അതും ഈ പറഞ്ഞ പോലെ ഒരു രസകരമായ വാർത്തയാണ്. എന്താണ് അങ്ങനെ വരാനിടയതെന്ന് സാധാരണ നിലക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ഈ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വ്യാജ വാർത്തകൾ വരാറുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. അപ്പോൾ വസ്തുതയാണല്ലോ ഇപ്പോൾ അറിയേണ്ടത്. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഓൾ ഇന്ത്യ സർവീസിൽ നിലവിൽ IAS IFS വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് നടപ്പിലാക്കി വരുന്നത്. ഒരു സിവിൽ സർവീസ് ബോർഡുണ്ട്. ഇതിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ്. ഓൾ ഇന്ത്യ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാണ്. IFSൻ്റെ കാര്യത്തിൽ വനംവകുപ്പ് മേധാവിയും ഈ കമ്മിറ്റിയിലുണ്ടാവും. IPSകാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് കോടതി മുൻപാകെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്തയ്ക്ക് അടിസ്ഥാനമായ വനംവകുപ്പിലെ സ്ഥലമാറ്റ നിർദ്ദേശത്തിൽ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയ്ക്ക് പുറമെ ഭരണപരമായ കാര്യങ്ങളാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥലം മാറ്റം നടത്തിയവരെ തിരികെ നിയമിക്കുന്നതും കണക്കിലെടുത്ത് ചില ഭേദഗതികൾ ആ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു. അപ്പോൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയിൽ ഭേദഗതി വരുത്തുന്ന കാര്യമാണത്. അപ്പോൾ അത് ചീഫ് സെക്രട്ടറി കൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കൂടി കണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകി. ഇതാണ് ഞാൻ ചെയ്ത എന്താ പറയുക അതിന് അപ്പോൾ ഭേദഗതി നിർദ്ദേശങ്ങൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതാകും ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ഇത് അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വാർത്തയിലുണ്ടായതെന്ന്. അതൊക്കെ ഭാവനാ സൃഷ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് CPMന് ഒരു പങ്കുമില്ല. ഈ പറയുന്ന തരത്തിലുള്ള ഒരു വഴിവിട്ട കാര്യങ്ങളും അതിനകത്തുണ്ടായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം.